എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഫൈനൽ വിസിൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെ നിരാശ മാത്രമാണ് ഈ സീസൺ സമ്മാനിച്ചത്. ഈ സീസണിൽ നമ്മുടെ ഈ ദയനീയ പ്രകടനത്തിന് കാരണം ഫിനിഷിങ്ങിലെ പിഴവാണ്. സീസണിലെ ആദ്യ പകുതിയിൽ നമ്മൾ നല്ലവണ്ണം അനുഭവിച്ചതാണ് മിസ്പാസിൻ്റെ തിക്തഫലങ്ങൾ. വിജയിക്കേണ്ട പല മത്സരങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം സീസണായിരുന്നു ഈ കഴിഞ്ഞ ISL 5ാം സീസൺ. നമ്മുടെ ടീം സെലക്ഷനിലെ പിഴവാണ് ഇതിന് പ്രധാന കാരണം. ഇതിനെന്താണ് ഇനി പരിഹാരം? ഒരൊറ്റ പരിഹാരം മാത്രമേ ഉള്ളൂ. നമ്മുടെ പഴയ താരങ്ങളെ തിരിച്ചു കൊണ്ടുവരണം. ജോസു കുര്യാസ് പ്രീറ്റോ, കെർവൻസ് ബെൽഫോർഡ്, സ്റ്റീഫൻ പിയേഴ്സൺ തുടങ്ങിയ എല്ലാ താരങ്ങളെയും നമ്മുടെ ടീമിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതല്ലെങ്കിൽ എഡു ഗാർസിയെ പോലെയുള്ള നല്ല പരിചയസമ്പത്തുള്ള മധ്യനിര താരം. പരിചയസമ്പന്നരായ താരങ്ങളെയാണ് നമുക്കിപ്പോൾ ആവശ്യം. കഴിഞ്ഞ തവണ മാർസെലിനോ കുറേ പറഞ്ഞതാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ ആ ട്രാൻസ്ഫർ യാഥാർത്ഥ്യമായില്ല. കഴിയുമെങ്കിൽ മാർസെലിനോയെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സൈൻ ചെയ്തു കൊണ്ടുവരണം. അതിനും പറ്റിയില്ലെങ്കിൽ കഴിഞ്ഞ സീസണിൽ ലോണിൽ വന്ന് നമ്മുടെ ഹൃദയം കീഴടക്കിയ ഒരു താരമുണ്ടായിരുന്നു, ഗുഡ്ജോൺസ് ബാൽവിൻസൺ. അദ്ദേഹം നമ്മുടെ നിരയിലെത്തിയാൽ സ്ട്രൈക്കിംഗ് സോണിലെ പല പ്രശ്നങ്ങളും നമുക്ക് ഒരു പരിധിവരെ പരിഹരിക്കാനാകും. ഇതൊക്കെ ഞാൻ പറയുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ ടീം രക്ഷപ്പെടണം. ഈ സീസണിലെ ദയനീയ അവസ്ഥ കണ്ട് സഹിക്കാനാകുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയുമൊക്കെ പറയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് രക്ഷപ്പെട്ടു കാണാൻ ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകനും കേരളീയനും കാത്തിരിക്കുകയാണ്. ആശയ വ്യത്യാസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറണം. നമ്മുടെ ടീമിൻ്റെ നന്മയ്ക്കായി, നല്ലൊരു നാളേക്കായി, കേരള ബ്ലാസ്റ്റേഴ്സ് കപ്പടിക്കുന്നത് കാണാനായി നമുക്ക് ഒരുമിച്ച് മുന്നേറണം. അതിന് നമ്മൾ ഒറ്റക്കെട്ടാകണം. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതിയ താരങ്ങൾ എത്തുന്നത് നമുക്ക് കാത്തിരുന്നു കാണാം. കൂടുതൽ കായിക വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.